വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ്. മലക്കുകളോടായി അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഭൂമിയിൽ ഞാൻ എന്റെ ഖലീഫമാരെ, എന്റെ പ്രതിനിധികളെ, അംബാസഡർമാരെ ഞാൻ നിശ്ചയിക്കാൻ പോവാണ്. എന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, എന്റെ കൽപ്പനകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ മനുഷ്യനെന്ന് പറയുന്ന സൃഷ്ടിയെ ഉദാരനായ ഉത്കൃഷ്ടനായ സൃഷ്ടിയായ മനുഷ്യനെ ഞാൻ ഭൂമിയിൽ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സന്ദർഭം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഈ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റിസാലത്ത്, അള്ളാഹുവിന്റെ ദൈവികമായ സന്ദേശങ്ങൾ ഭൂമിയിൽ നടപ്പാക്കുവാനും അത് ജനങ്ങളിൽ എത്തിക്കുവാനും ഒക്കെയുള്ള വലിയ ദൗത്യം നമ്മുടെ മേൽ ബാധ്യതയുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. ഇപ്പൊ നിസ്കാരം നമ്മുടെ മേൽ ബാധ്യതയുള്ള ഒരു നിർബന്ധ കർമ്മമാണ്. ഒരു നിശ്ചിത സമയത്താണ് നിർവഹിക്കേണ്ടത്. ദിവസം 5 നേരമാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ നോമ്പ് എന്ന് പറയുന്നതും ഒരു സമയത്തിനും കാലത്തിനും ബന്ധിതമായിട്ടുള്ളതാണ്. റമദാൻ എന്ന് പറയുന്ന വർഷത്തിൽ ഒരു മാസക്കാലമാണ് അതിന്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. അത് ആ സമയത്ത് നിർവഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹജ്ജിനെ എടുത്ത് പരിശോധിച്ചാൽ അത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട നിർബന്ധ കർമ്മം, കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ. മറ്റൊന്ന് സക്കാത്താണ്. സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അതും വർഷത്തിൽ കഴിവുള്ളവർ ഒരിക്കൽ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോ ഇതെല്ലാം തന്നെ സമയബന്ധിതമായി പ്രത്യേക സാഹചര്യങ്ങളിലാണ് നാം നിർവഹിക്കേണ്ടത് എങ്കിൽ ദഅവത്ത് എന്ന് പറയുന്ന വിഷയം, അതാണ് വിശുദ്ധ ഖുർആൻ ഉദ്ഉ ഇലാ സബീലി റബ്ബിക്. ഉദ്ഉ എന്നത് കൽപ്പനാക്രിയയാണ്. നീ നിർവഹിക്കണം, നീ ക്ഷണിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കണം. ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, യുക്തിയോടുകൂടി സതുപദേശത്തോടുകൂടി എന്ന കൽപ്പന. ആ ഒരു കൽപ്പനയെ മാനിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഉടനീളം, അത് പ്രത്യേക സമയത്തോ കാലത്തോ എന്നില്ലാതെ വളരെ കൃത്യമായി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ദഅവത്ത് എന്ന് പറയുന്നത് പള്ളിയിലെ ഖതീബോ അല്ലെങ്കിൽ സമൂഹത്തിലെ അറിയപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ വിവരമുള്ളവരോ പണ്ഡിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല, അല്ലെങ്കിൽ അവർ മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല ദഅവത്ത്. നേരെ മറിച്ച് ഓരോ മനുഷ്യരും നിർവഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് അള്ളാഹുവിലേക്കുള്ള ക്ഷണം എന്ന് പറയുന്നതിനെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഇങ്ങനെ പറയുമ്പോ ആളുകളെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയ ഒരു കാര്യം, എന്റെ കുടുംബത്തിലെയോ എനിക്ക് വേണ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കളോടോ ഞാനിത് പറയുമ്പോ ഒരു പക്ഷേ അവരത് ചെവിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ബാധ്യത നിർവഹിക്കുക, അത് നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയുള്ളതാണ് എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കണം. എന്റെ പ്രവർത്തനം കൊണ്ടോ എന്റെ പറച്ചിൽ കൊണ്ടോ ഞാൻ എന്റെ നാവ് കൊണ്ട് വർഷക്കണക്കിന് സമയമെടുത്ത് പറഞ്ഞാലും എന്റെ തൊട്ടു മുമ്പിലിരിക്കുന്ന എന്റെ സുഹൃത്തിന്റെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങണമെന്നില്ല. അത് അള്ളാഹുവിൽ നിന്നുള്ള വല്ലാത്തൊരു സമ്മാനമാണ്. പക്ഷെ എന്റെ പറച്ചിൽ, എന്റെ ഇടപെടൽ അതിലുണ്ടാവണം എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. എന്റെ ദീനിലേക്ക്, എന്റെ ആ ഒരു ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു തത്വത്തിലേക്ക് ആളുകളെ നിങ്ങൾ ഓരോരുത്തരും ക്ഷണിക്കണം എന്നുള്ളത് അള്ളാഹു നമ്മോട് കൽപ്പിച്ച വിഷയമാണ്. ഇവിടെ ദാഇമാരാണ് നാം ഓരോരുത്തരും, പ്രബോധകന്മാരാണ്. ഓരോ പ്രബോധകന്മാർ എന്നുള്ള നിലയിൽ നമ്മൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ മാതൃകയാക്കുന്ന പ്രവാചകന്മാരിൽ നാം അവരെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രബോധന രീതിയുണ്ട്. ആളുകളുടെ ബുദ്ധിയെ,
അവരുടെ ചിന്തയെ ഉണർത്തുന്ന രൂപത്തിലായിരുന്നു അവർ ദഅവത്ത് നടത്തിയിരുന്നത്. അപ്പൊ നമ്മള് സംസാരിക്കുന്നതും പറയുന്നതും ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെയോ അടിച്ചാക്ഷേപത്തിന്റെയോ ഒന്നുമല്ല, മറിച്ച് അവരെ ബുദ്ധിപൂർവമായി അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ നിലക്കായിരിക്കണം, ചിന്തയെ തൊട്ടുണർത്തുന്നതായിരിക്കണം ദഅവത്ത് എന്ന് പറയുന്നത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ ബോധ്യപ്പെടുത്തിയത്. ആ ഒരു വലിയ നക്ഷത്രത്തെ കാണുമ്പോ, നക്ഷത്രക്കൂട്ടത്തെ കാണുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബ, ഇരുട്ട് മൂടുമ്പോ നക്ഷത്രം ഇങ്ങനെ വെളിവാവും. അത് കാണുമ്പോ ഖാല ഹാദാ റബ്ബി. നമ്മൾ മനസ്സിലാക്കണം, അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ സൂര്യനെയും നക്ഷത്രത്തെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്ന സമൂഹത്തിലാണ്. ആ സമൂഹത്തിൽ ഇബ്രാഹിം നബി വളരെ ബുദ്ധിപരമായിട്ടാണ് ദഅവത്ത് നടത്തുന്നത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കാണുമ്പോൾ ഇതാണ് എന്റെ രക്ഷിതാവ്, ഇതാണ് എന്റെ നാഥൻ എന്നൊക്കെ ഇബ്രാഹിം നബി പറയും. ഇത് ഇബ്രാഹിം നബിന്റെ നിലപാടല്ല, നേരെ മറിച്ച് അദ്ദേഹം അതൊക്കെ അസ്തമിച്ചു പോകുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ആ അസ്തമിച്ചല്ലോ, നക്ഷത്രം അസ്തമിച്ചു, സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ അസ്തമിച്ചു, അസ്തമിക്കുന്ന ഒന്നിന് എന്റെ ദൈവമാകുവാൻ സാധ്യമല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. ഈ നക്ഷത്രങ്ങളെയും അത് സഞ്ചരിക്കുന്ന ആകാശത്തെയും അതുപോലെ തന്നെ ചന്ദ്രനെയും സൂര്യനെയും എല്ലാറ്റിനെയും പടച്ചവനെ, അവനെ, ആ വസ്തുക്കളെ, ആ പ്രപഞ്ചത്തിലെ സകലമാന അത്ഭുതങ്ങളെയും സൃഷ്ടിച്ച ഒരുത്തനുണ്ട്, അവനിലേക്കാണ് ഞാൻ എന്റെ മുഖം തിരിക്കുന്നത്. വളരെ സുന്ദരമായി എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു ദഅവത്ത്, ഒരു ബുദ്ധിപരമായുള്ള ഒരു സമീപനം നമുക്ക് അവിടെ കാണാൻ പറ്റും. മറ്റൊന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. അദ്ദേഹം എന്താ ചെയ്തത്? കിട്ടിയ അവസരം അതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ പറയുന്നതിനും നമ്മളിപ്പോ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ ക്ഷണിച്ചുകൊണ്ട് അവനെ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവനുമായി സംസാരിക്കുന്ന സമയത്തോ ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിൽ അവന്റെ വിശ്വാസാചാരങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നേരെ മറിച്ച് ഒരു ദാഇ എന്നുള്ള നിലയിൽ മൗഇദത്തുൻ ഹസനത്തുൻ, അതുപോലെ തന്നെ വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ, അവരുമായി മാന്യമായിട്ടായിരിക്കണം സംവദിക്കേണ്ടതും പറയേണ്ടതും എന്ന ആ ഒരു തത്വം അംഗീകരിച്ചുകൊണ്ട് പറയാനും ബോധ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? രണ്ട് ജയിൽ പുള്ളികളായിട്ടുള്ള ആളുകൾ, സഹ തടവുകാര്, കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അവർക്കറിയണം. യൂസുഫിന് അത് അറിയാം അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അവരോട് ആ പറയുന്ന സാഹചര്യം നമുക്കറിയാം. അവരോട് പറയാണ്, നിങ്ങൾക്കുള്ള ഭക്ഷണം എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞാൻ എന്റെ പാത എന്ന് പറയുന്നത് ഇബ്രാഹിമി മില്ലത്താണ് എന്നൊക്കെ പറഞ്ഞ തൗഹീദിന്റെ ആശയം വളരെ കൃത്യമായി അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, യാ സ്വാഹിബൈ സിജിൻ അഅർബാബുൻ മുതഫരിഖൂന ഖൈർ അമില്ലാഹിൽ വാഹിദുൽ ഖഹാർ. അല്ലയോ എന്റെ സഹതടവുകാരെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരുപാട് ദൈവങ്ങൾ ഉള്ളതാണോ, ഒരുപാട് അർബാബുമാരുള്ളതാണോ ഖൈർ? അതല്ല, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, പ്രതാപിയും അതുപോലെ തന്നെ ഏകനുമായ അള്ളാഹുവാണോ, അള്ളാഹു എന്ന സൃഷ്ടാവാണോ ഉത്തമൻ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ദൈവസങ്കല്പങ്ങൾ, ഒരുപാട് ആളുകൾ എന്നെ രക്ഷിക്കും, എന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അള്ളാഹ്ക്ക് പുറമെയുള്ള പല സൃഷ്ടികൾക്കും ശക്തികൾക്കും ഒക്കെ കഴിയും എന്ന ആ കാഴ്ചപ്പാടാണോ ഉത്തമം? അതല്ല, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അള്ളാഹു മാത്രം എന്ന ആ ഒരു തത്വമാണോ, അള്ളാഹു അവനിൽ മാത്രം അഭയം പ്രാപിക്കലാണോ ഖൈർ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കാണാൻ കഴിയും. സഹോദരന്മാരെ, നമ്മൾ ദാഇമാരാണ് എന്ന ബോധം നമ്മിൽ എപ്പോഴും ഉണ്ടാവണം. പക്ഷെ പറയുന്നത് മാന്യമാവണം. പറയുന്ന രീതിയും സന്ദർഭങ്ങൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായി അവരുടെ ചിന്തകൾ ഉണർത്തുന്ന രൂപത്തിൽ സംവദിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്വം നിർവഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, ഈ ദഅവ രംഗത്ത് സജീവമായി മുന്നേറുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.